നമ്മൾ റോഡിൽ കൂടെ പോവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു നായ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇപ്പം നായയായിട്ട് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് പാനിക് ആവുന്നു. അപ്പം അങ്ങനെ പാനിക്കായിട്ട് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഒരു വളർത്തു നായയാണ്. അതായത് അതിൻ്റെ ഓണർ പുറകെ വരുന്നുണ്ട്. പക്ഷെ ഓണർ ആ പട്ടീൻ്റെ അടുത്ത് ഇത് പിടിച്ചിട്ടില്ല, ചെയിനും ഒന്നുമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ സ്വന്തം മറിൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് 2 ഇൻസിഡൻസ് ആണ് കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് കുറച്ച് പഴയെന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം ആയിട്ടേ ഉള്ളൂ. സംഭവം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു 4 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയ ആദ്യ കാലഘട്ടമാണേ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോവായിരുന്നു ആ സമയത്ത്. അപ്പോൾ വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്, സ്കൂട്ടറാണ്. അപ്പോൾ എന്നും ഒരേ സമയത്താണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു വളവെത്തിയപ്പോൾ ആദ്യത്തെ ഇൻസിഡന്റ് ഞാൻ പറയാം. ഒരു നായ എൻ്റെ വണ്ടിൻ്റെ കുറുക്ക് ചാടാൻ വന്നു. എനിക്ക് വണ്ടി ഓടിച്ച് വലിയ പരിചയമില്ല. ഞാൻ പെട്ടെന്ന് പാനിക്കായി, ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. അപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഒരാൾ അതിൻ്റെ പുറകെ ചിരിച്ചിട്ട് വരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇനി ഞാൻ പാനിക്കായത് കണ്ടിട്ട് ചിരിച്ചായിരിക്കും. ശരിക്കും ആ വ്യക്തി എന്ന് പറയുന്നത് ആ നായന്റെ ഓണറായിരുന്നു. അതായത് അയാൾ വളർത്തുന്ന നായയാണ്. അത് സംഭവം നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് ആലോചിക്കണം. ഒരു സ്റ്റേറ്റ് ഹൈവേയിൽ കൂടാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്, ഒരു പോക്കറ്റ് റോഡോ ഒന്നുമല്ല. ഈ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴാണ് ഈ നായ എൻ്റെ വണ്ടിക്ക് കുറുക്ക് ചാടാൻ വന്നത്. അത് ഓണർ നോക്കി നിൽക്കേ. ഈ ഇൻസിഡന്റ് അന്ന് നടന്നു. ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഞാൻ എന്തോ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. എനിക്ക് എന്താ അത് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഇത്രയും മറ്റേ വളവള അല്ലായിരുന്നു ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഡെയിലി ഇതായി. ഞാൻ എപ്പോഴൊക്കെ ആ സമയത്ത് അതുവഴി പാസ് ചെയ്താലും ഈ നായ ആ റോഡിലേക്ക് വരും അപകടകരമായ രീതിയിൽ. ഓണറും കാണും. പക്ഷെ ഓണർ ഈ നായനെ ടൈ ചെയ്തിട്ടില്ല, അല്ല അതിന്റെ ചെയിൻ ഓണറിന്റെ കയ്യിലില്ല. അപ്പൊ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇദ്ദേഹം ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് പൊതുവേ നായനെ ഭയങ്കര പേടിയാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അതിനെക്കാട്ടിലും. അപ്പൊ ഈ രണ്ടാമത്തെ ഇൻസിഡന്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ദിവസം മുന്നേ ആണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും സ്കൂട്ടറിൽ പോവാം. അപ്പൊ സ്കൂട്ടറിൽ പുനലൂർ ടൗണിൽ കൂടെ പോവാണ്. അപ്പൊ ടൗണിൽ ഒരു 7 മണി സമയത്താണ് പോകുന്നത്. അപ്പൊ ഈ ടൗണിൽ കൂടെ പോകുന്നവർക്ക് അറിയാം, പുനലൂർ ടൗണിൽ കൂടെ പോകുന്നവർക്ക് അറിയാം, രാവിലെ 7 മണിയാണെങ്കിലും രാത്രി 7 മണിയാണെങ്കിലും പിന്നെ നട്ടുച്ചയ്ക്കാണെങ്കിലും തിരക്ക് ഒരേപോലാണ്, ഭയങ്കര തിരക്കാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്പാത്തിൽ കൂടെ മാത്രമല്ല, ആളുകൾ റോഡിൽ കൂടെ നടന്നാൽ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ തിരക്ക്. അപ്പൊ ഇവര് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മാന്യ അദ്ദേഹം നടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന്റെ 2 സൈഡിൽ അദ്ദേഹം വളർത്തുന്ന നായ്ക്കളുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ പറയാം അദ്ദേഹം വളർത്തുന്ന നായ്ക്കൾ തന്നെയാണ്, തെരുവ് നായ്ക്കളല്ല. അപ്പൊ പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ചെയിനോ ഒന്നുമില്ല, റോഡിൽ കൂടെ ആണ് നടക്കുന്നത്. അപ്പൊ ഈ വാഹനങ്ങൾ വരുന്ന സൈഡിൽ കൂടെ, ആളുകൾ വരുന്ന സൈഡിൽ കൂടെ അപകടകരമായ രീതിയിൽ ആ നായ്ക്കൾ നടന്നു വരുമെന്ന് കാണുമ്പോഴേ അറിയാം അത് എന്താ, ആ ഓണറിനെ ചേർന്ന് നടന്നു വരുന്നില്ല. അവര് തോന്നിയ പോലെ നടക്കുന്നു, ഈ ഓണറും തോന്നിയ പോലെ നടക്കുന്നു. ഇത് മെയിൻ ഈ തോന്നിയ പോലെ നടക്കുന്നു എന്ന് ഞാൻ റെഫർ ചെയ്തതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വാഹനങ്ങൾ വരുന്ന വഴിയാണ്, നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, നടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വഴിയല്ല. അപ്പൊ ഞാൻ അവിടെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഇതുണ്ട്. അപ്പം ആ നായ്ക്കൾക്ക് ആ കീപ്പ് ചെയ്യേണ്ട അറിയത്തില്ല. അപ്പം ഞാൻ വളർത്തുന്ന നായ്ക്കളെ ആ രീതിയിൽ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാത്ത ഒരു രീതിയിലുള്ള നടത്ത. അതാണ് ഞാൻ ഈ തോന്നിയ പോലെ എന്ന് ഉള്ള പദം വെച്ച് ഉദ്ദേശിച്ചത്. ഇനി അതിനകത്ത് ആരും പിടിക്കണ്ട. അപ്പൊ ഞാൻ ഈ 2 സംഭവങ്ങൾ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഇതുപോലത്തെ 2 സംഭവങ്ങൾ മാത്രമല്ല, ഈ ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ പല പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കുറെ പേർക്ക് നായകളെ പേടിയായിരിക്കും. എനിക്കൊക്കെ അതാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ തന്നെയല്ല, വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു നായ അതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പീഡിൽ പോകുന്നവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ലോഡ് വെച്ച് പോകുന്നവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദേ ആർ വെരി അൺപ്രഡിക്റ്റബിൾ. അവരിപ്പൊ എന്ത് ചെയ്യും, തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്യും എന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഓണേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പം ആണ് ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നത്, അപ്പൊ ആരുടെയെങ്കിലും വളർത്തുന്നായ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിന് മുന്നിൽ കൂടെ അപകടകരമായ രീതിയിൽ നടന്നു പോവുകയും അതിന്റെ ഓണർ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തില് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അപ്പൊ ഒരിക്കലും നിങ്ങൾ അയ്യോ വാവ് ക്യൂട്ട് പപ്പി റോട്ടിൽ കൂടെ പോകുന്നു എന്ന് നിങ്ങൾ പറയില്ല. നിങ്ങൾ ആ ഓണറിനെയും തെറി വിളിക്കും, ആ നായനെയും തെറി വിളിക്കും, എല്ലാം ചെയ്യും.
അപ്പം നമ്മൾ ഈ മനുഷ്യർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളോട് തിരിച്ചാരെങ്കിലും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് സൂപ്പർ ആയിരിക്കും, അത് വാവ് ആയിരിക്കുമോ എന്ന് മനുഷ്യർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അത് മറന്നു പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കരമായ എന്താ പറയാ, ഭയങ്കരമായ കോൺസിക്വൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അന്ന് ആ സഡൻ ബ്രേക്ക് അവിടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വെച്ചാൽ അന്ന് എനിക്ക് അത്രയും പ്രാക്ടീസ് കൂടിയില്ല. ഞാൻ എല്ല് ബോർഡ് വെച്ചിട്ട് പോകുന്ന ടീമായിരുന്നു. എന്ന് വെച്ചാൽ ലൈസൻസ് കിട്ടി കുറച്ചായിട്ടേ ഉള്ളൂ. ഈവൻ ഈ 4 വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ കൂടി ഞാൻ അത്ര പ്രോ റൈഡർ ഒന്നുമില്ല. ഇപ്പോഴും അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പാനിക്കായി പോത്തേ ഉള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് അഥവാ അങ്ങനെ നടക്കണം എന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു നായനെയും കൂട്ടി റോഡിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയിൻ യൂസ് ചെയ്യണം. നിങ്ങൾ അതിനെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് മനുഷ്യന്മാരുടെ മനസ്സ് പോലെ തന്നെ ഇത് നമുക്ക് പ്രഡിക്റ്റബിൾ ഒന്നും അല്ലല്ലോ. നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും, നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട്, അവർക്കൊരു അപകടം ഉണ്ടാവുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ അതിനുള്ളൊരു പ്രതിവിധി, ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.